ആലപ്പുഴയിലെ CPM നേതാവ് ബിപിൻ സി ബാബു BJPയിൽ ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. CPMനെ നിയന്ത്രിക്കുന്നത് വർഗീയ ശക്തികളെന്ന ബിപിൻ സി ബാബു. CPMന് മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു. ജി സുധാകരന്റെ അവസ്ഥ പാർട്ടിയിൽ ദയനീയമെന്നും ബിപിൻ സി ബാബു പറഞ്ഞു. വിവരങ്ങളുമായി ശാലിനി ഒപ്പം നിഷയും ചേർന്നുണ്ട്. ശാലിനിയിലേക്ക് ആദ്യം പോവുകയാണ്. ശാലിനി, ഇപ്പോൾ BJPയിലേക്ക് ഒരു CPM നേതാവ് വന്നിരിക്കുകയാണ്. മാത്രമല്ല കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയിലേക്ക് വലിയ രീതിയിലുള്ളൊരു ഒഴുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ പാർട്ടികളിൽ നിന്ന്, വിവിധ സംഘടനകളിൽ നിന്നടക്കം BJPയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ CPMന്റെ ഒരു ഉന്നത നേതാവ്, അല്ലെങ്കിൽ ആലപ്പുഴയിലെ ഒരു CPMന്റെ ശക്തനായ നേതാവ് SFIയിലൂടെ വളർന്നു വന്ന് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ബിപിൻ സി ബാബു BJPയുടെ ഭാഗമാകുന്നത്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നടന്ന സംഘടനാ പർവ്വം, BJPയുടെ സംഘടനാ പർവ്വം യോഗത്തിലാണ് ഔദ്യോഗികമായി ബിപിൻ സി ബാബു BJPയുടെ അംഗത്വം സ്വീകരിച്ചിട്ടുള്ളത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ഒപ്പം തന്നെ BJPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് എന്നിവരടങ്ങിയ സംഘം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ചേർന്ന് ഷോൾ അണിയിച്ചാണ് അദ്ദേഹത്തിനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിന് ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ ചില പ്രസ്താവനകളാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. ചില മാലിന്യങ്ങൾ പോകുമ്പോൾ പാർട്ടിയിലേക്ക് ചില ശുദ്ധജലം ഒഴുകിയെത്തുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇദ്ദേഹത്തിന്റെ വരവ് എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ കൂടി പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ട ചില കൊഴിഞ്ഞുപോക്കലുകൾ, ആ കൊഴിഞ്ഞുപോക്കലുകളെ പാടെ തള്ളിക്കൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ബിപിൻ സി ബാബുവിന്റെ സ്വീകരണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആലപ്പുഴയിൽ നടക്കുന്ന പാർട്ടിയുടെ കെടുകാര്യസ്ഥത, ഒപ്പം തന്നെ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ചില തീവ്രവാദ ഭീകര ശക്തികൾ, ആ ശക്തികൾ നിന്നുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ല. ഒപ്പം തന്നെ CPMനെ ഇല്ലാതാക്കാൻ ഒരു കൂട്ടം ആളുകൾ ആലപ്പുഴയിൽ കൂട്ടമായി ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിന്റെയൊക്കെ ഭാഗമായി നിൽക്കാൻ ഇനി താല്പര്യമില്ല. തന്നെയും തന്റെ അമ്മയടക്കമുള്ളവരെ അവിടെ ഇല്ലാതാക്കാനും ഒപ്പം തന്നെ അവരെ മോശക്കാരാക്കി മാറ്റാനും ചില CPM നേതാക്കൾ അടക്കമുള്ളവർ ശ്രമിച്ചു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് താൻ പാർട്ടി വിട്ടത് എന്നുള്ളതാണ് ഇതിനുശേഷം ബിപിൻ സി ബാബു മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ പ്രവർത്തകർ, കൂടുതൽ CPM നേതാക്കന്മാർ ആലപ്പുഴയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം കൂടുതൽ പേർ BJPയിലേക്ക് വരും എന്നുള്ളതാണ് ബിപിൻ വ്യക്തമാക്കിയിട്ടുമുള്ളത്. ഏകദേശം 1000-ലധികം ആളുകൾ ഈ ഒരു അമർഷം കൊണ്ട് CPMനുള്ളിൽ തുടരുന്നുണ്ട്. അവരൊക്കെ വരും കാലങ്ങളിൽ BJPയുടെ ഭാഗമാകും എന്നുള്ളതാണ് ബിപിൻ പറയുന്നത്. അത് മാത്രമല്ല, ഒരു ചുമതലകളോ ഒരു അംഗീകാരങ്ങളോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല താൻ BJPയിലേക്ക് വന്നത്. ഒരു ചുമതലകളും തനിക്ക് ആവശ്യമില്ല, പ്രവർത്തിക്കുക മാത്രമാണ് താൻ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായി അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ ആലപ്പുഴയിൽ നടക്കുന്ന വിഭാഗീയതയും ഒപ്പം തന്നെ പാർട്ടിയിൽ നടക്കുന്ന പല രീതിയിലുള്ള ചേരിപ്പോരും, ചില ആളുകൾ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജി സുധാകരൻ അടക്കമുള്ളവർ അവിടെ പാർട്ടിയുടെ ഒന്നുമല്ലാതാകുന്നു. ഒരുപക്ഷെ ഒരു കാലത്ത് പാർട്ടിയുടെ എല്ലാമായിരുന്ന ജി സുധാകരൻ അടക്കമുള്ളവരെ അവിടെ ഒന്നുമല്ലാതാക്കി മാറ്റാൻ ചില നേതാക്കന്മാർ ശ്രമിക്കുന്നു. അത് വിഭാഗീയതയുടെ മാത്രം ഭാഗമല്ല, ഒപ്പം തന്നെ ചില തീവ്രവാദ ശക്തികൾ, ഭീകരശക്തികൾ അടക്കമുള്ളവർ പാർട്ടിയെ സ്വന്തമാക്കി പാർട്ടിയെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ചില വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് തന്നെയാണ് 3 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം BJPയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വിവിധ വിഷയങ്ങളിൽ വരും ദിവസങ്ങളിൽ BJPക്കൊപ്പം അണിചേരാനും വഖഫ് വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യത്തിൽ അതിനൊപ്പം അണിചേരാനും. ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപ് കൂടി ചേരുകയാണ്. നിഷ, നമുക്കറിയാം CPMന് ഏറ്റൊരു വലിയ അടിയായി തന്നെ ഈ ഒരു വിഷയത്തെ നമ്മൾ നോക്കി കാണേണ്ടതില്ലേ? കാരണം ആലപ്പുഴയിലെ കരുത്തുറ്റ ഒരു നേതാവാണ് CPMൽ നിന്ന് BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായും ആലപ്പുഴ CPMൽ വിഭാഗീയ പ്രശ്നങ്ങൾ പുകയുന്നതിനിടെയാണ് പാർട്ടി കുടുംബത്തിലെ അംഗം കൂടിയായ ബിപിൻ സി ബാബു BJPയിൽ എത്തിയിരിക്കുന്നത്. കൂടുതൽ നേതാക്കളും പ്രവർത്തകരും CPM വിട്ട് BJPയിലേക്ക് വരും എന്ന് തന്നെയാണ് ബിപിൻ സി ബാബു പറയുന്നത്. കാരണം വിഭാഗീയത രൂക്ഷമായ കായംകുളത്ത് നമുക്കറിയാം ഒരു വിമത സ്വരം തന്നെയായിരുന്നു ബിപിൻ സി ബാബുവിന്റേത്. ബിപിൻ സി ബാബുവിനെ അനുകൂലിക്കുന്ന നിരവധി CPM പ്രവർത്തകർ കായംകുളത്തുണ്ട്. വരും ദിവസങ്ങളിൽ അവരിൽ ആരൊക്കെ BJPയുടെ ഭാഗമാകും, BJPയിലേക്ക് പോകും എന്നതാണ് ഇപ്പോൾ CPM നേതൃത്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും CPMനുള്ളിൽ, ആലപ്പുഴയിൽ CPMനുള്ളിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത രൂക്ഷമായ സ്ഥലങ്ങളിലൊന്നാണ് കായംകുളം.
കായംകുളത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, അതായത് CPM-ന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന ഒരാൾ BJP-യിലേക്ക് പോരുമ്പോൾ എത്രത്തോളം വിഭാഗീയത അവിടെ രൂക്ഷമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു വിഭാഗീയതയുടെയും ഒക്കെ ഒരു പര്യവസാനമാണ് ഇപ്പോൾ വിപിൻ സി ബാബു BJP-യിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി എത്രത്തോളം പ്രവർത്തകർ, വിപിൻ സി ബാബു തന്നെ പറയുന്നുണ്ട് തന്നെ അനുകൂലിക്കുന്ന ആളുകളും ഉടൻ തന്നെ CPM വിടുമെന്ന്. മാത്രമല്ല നമുക്കറിയാം, വിഭാഗീയത കായംകുളത്ത് മാത്രമല്ല കുട്ടനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ വിഭാഗീയത രൂക്ഷമാണ്. ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ചും ഈ ജി സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമൊക്കെയായി അമ്പലപ്പുഴ ഏരിയ സമ്മേളനം നടക്കുകയാണ്. അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്നും CPM-ന്റെ മുതിർന്ന നേതാവായ ജി സുധാകരനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപും പല പരിപാടികളും CPM സംഘടിപ്പിക്കുന്ന പല പരിപാടികളിലും ജി സുധാകരനെ ഒഴിവാക്കുന്ന ഒരു നടപടി ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ട്. ശരി നിഷ.